ഞാൻ ഇന്ന് ഗേൾസ് ധരിക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്ന എന്തിനാ എന്നറിയാവോ? നോ, ഈ പരിപാടിയല്ല. ഇന്ന് ഒരാൾ എന്നോട് ഗേൾസ് ഡ്രസ്സ് ധരിക്കാൻ പറഞ്ഞ് ഞാനത് ചെയ്യാൻ വേണം. കാരണം ഇന്ന് നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കിന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്ത് കഴിക്കണം, ഞാൻ എന്ത് ഡ്രസ്സ് ധരിക്കണം, ഞാൻ എവിടെ പോകണം, ഞാൻ എന്തൊക്കെ റിസ്കി ചലഞ്ചസ് ചെയ്യണം എന്നൊക്കെ ആൾക്കാർ പറയും. അതൊക്കെ ഞാൻ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു സ്ട്രേഞ്ചറിനെ കണ്ടുപിടിക്കാം. എന്നിട്ട് ഞാൻ എന്ത് ഡ്രസ്സ് ധരിക്കണം എന്ന് ചോദിക്കാം. Come on, let's go. സോ ഞാൻ അങ്ങനെ സ്ട്രേഞ്ചറിനെ കണ്ടുപിടിച്ചിട്ട് പുള്ളിയോട് ചോദിച്ചു ഞാൻ ഇന്ന് ഏത് ഡ്രസ്സ് ധരിക്കണമെന്ന്. പുള്ളിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 4 ഓപ്ഷൻസ് പുള്ളിക്ക് കൊടുത്തു. ഓപ്ഷൻ എ സ്കൂൾ യൂണിഫോം, ബി മുണ്ടും വള്ളി നിക്കറും, സി ഗേൾസ് ടോപ്പ്, ഡി കോട്ടും നിക്കറും. ഓക്കെ, പുള്ളി സെലക്ട് ചെയ്തത് ഗേൾസ് ടോപ്പ് ആണ്. സോ അടുത്ത ചലഞ്ച് തുടങ്ങുന്നത് വരെ ഞാൻ ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കണം. അങ്ങനെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയി. പക്ഷെ എനിക്കൊരു പണി കിട്ടിയെന്ന് വെച്ചാൽ എന്റെ സൈസിനുള്ള ഡ്രസ്സ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ആ കടയിലെ ഏറ്റവും വലിയ ഡ്രസ്സ് ഞാൻ എടുത്തോണ്ട് പോരുന്നു. നമ്മളടുത്ത ഡ്രസ്സ് ഇതാണ്, ഞാൻ ഇനി ഇട്ടിട്ട് കാണിക്കാം. പോടാ, ഒളിഞ്ഞു നോക്കാം തെണ്ടി. 5 minutes later. കേറുന്നില്ല. അയ്യോ, ഇത് കേറുന്നില്ല. 1 eternity later. എടാ കറക്റ്റ് ആക്കി താടാ. ഒന്ന് ഇട്ടുവാ. ഹുക്ടാലോ. ഡ്രസ് ഇട്ട് കഴിഞ്ഞു. എങ്ങനുണ്ട്? ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. ഇത് പുതിയ ട്രെൻഡാണ്. ഡ്രസ് എങ്ങനെ ഉണ്ടാ? അതെ, ഒരു വെറൈറ്റി വേണ്ട അല്ലേ? എങ്ങനെയുണ്ട് ചേട്ടാ ഡ്രസ്? കൊള്ളാം ചേട്ടാ, എങ്ങനെയുണ്ട് ഡ്രസ്? കൊള്ളാം. എങ്ങനെയുണ്ട്? കൊള്ളാം. അങ്ങനെ ഈ ചലഞ്ച് കംപ്ലീറ്റ് ആക്കി നമ്മൾ. അടുത്ത ഞാനിനി എന്ത് ഫുഡ് കഴിക്കണമെന്ന് ഞാനൊരു സ്ട്രേഞ്ചറിനോട് ചോദിച്ചു. നോർമൽ ഫുഡ് കഴിക്കാനാണെങ്കിൽ അതൊരു ചലഞ്ചിങ് ആവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരിക്കലും ചേരാത്ത ഫുഡിന്റെ ഓപ്ഷൻസ് കൊടുത്തു. അലുവ മത്തിക്കറിയും, ബർഗറും, സാമ്പാറും, ചിക്കൻ ബിരിയാണിയും, ഐസ്ക്രീമും, ചോളോ ചിപ്പും, സ്പൈസി നൂഡിൽസും. ഒരു മധുരവും ഒരു എരിയും ആയിക്കോട്ടെ, അലുവയും മത്തിക്കറിയും. ഓക്കെ, അതെ ആരും കഴിക്കാത്ത ഒരു എരിവും ആയിക്കോട്ടെ. ബീഫും പഴംപൊരിയും ആൾക്കാർ കഴിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു ട്രെൻഡ് കൊടുത്താൽ ചിലപ്പോൾ അത് ക്ലിക്ക് ആയാലും ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. അതങ്ങ് ട്രെൻഡ് ആവും. അതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം അടുത്തത് ഇനി നമ്മൾ ഈ ഡ്രസ്സ് ഊരിക്കളഞ്ഞിട്ട് അലുവയും മത്തിക്കറിയും കഴിക്കാൻ പോവാ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഈ അടുത്ത ചലഞ്ചിലേക്ക് പോകാൻ തയ്യാറായിരിക്കും. നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് മീൻകറി ഓർഡർ ചെയ്ത് മത്തിക്കറി കിട്ടിയില്ല, പക്ഷേ ചൂരക്കറി കിട്ടിയിട്ടുണ്ട്. പിന്നെ 1/2 കിലോ അലുവ. അങ്ങനെ നമ്മൾ മിത്ത് ബെസ്റ്റ് ചെയ്യാൻ പോകണം. അലുവയും മത്തിക്കറിയും കൊള്ളാവോ കൊള്ളത്തില്ലയോ എന്ന് ഇപ്പം അറിയും. നോക്കിക്കോ, അലുവയും മത്തിക്കറി അല്ല മീൻകറി. എരിയുണ്ട്. നമ്മൾ മിത്ത് ബസ്റ്റ് ചെയ്യാൻ പോവാം. എല്ലാവരും പറയുന്ന അലുവയും മീൻകറിയും കൊള്ളത്തില്ലെന്ന്. സോ നമ്മളങ്ങനെ അലുവയും അലുവയും ചൂരക്കറിയും കഴിക്കാൻ പോവാണ്. സോ ഫസ്റ്റ് ചെറിയൊരു പീസ് എടുത്ത് ചൂരക്കറി എടുത്ത് മുക്കുന്നു. അങ്ങനെ ഇച്ചിരി ചൂരയുടെ ഒരു കഷ്ണം വെക്കുന്നു. നമുക്ക് കഴിക്കാം. വലിയ വൃത്തിയോടൊന്നും ഇല്ല. എല്ലാവരും പറയുന്ന അലുവയും മത്തിക്കറിയും കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ലാസ്റ്റ് പീസ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു പണി കിട്ടി.
മഴ പെയ്ത് മൊബൈലിന്റെ ചാർജിംഗ് ബോട്ടിൽ വെള്ളം കയറി. അങ്ങനെ മൈക്ക് വർക്ക് ആവുന്നില്ല. അങ്ങനെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഇരുട്ടിപ്പോയി. പിന്നെ ആ ഇരുട്ടത്ത് ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നടന്നു. അങ്ങനെ 2 പേരെ കണ്ടുപിടിച്ച് അവർ പറയുന്ന ടാസ്ക് എന്തായാലും നമ്മൾ ചെയ്തിരിക്കണം. അതാണ് 3ാമത്തെ ചലഞ്ച്. അവർക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും 3 ഓപ്ഷൻസ് കൊടുത്ത് ഏതെങ്കിലും മാളിൽ പോയിട്ട് പുതിയ മുഖം എന്നുള്ള പാട്ട് ഉറക്കെ പാടണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ക്രൗഡഡ് പ്ലേസിൽ പോയിട്ട് അലൻ ജോസ് പെരേര ഡാൻസ് കളിക്കണം, അതല്ലെങ്കിൽ റാൻഡം 10 പേരോട്ട് സെൽഫി എടുക്കണം. പക്ഷെ അവർക്ക് ഈ ടാസ്ക് ഒന്നും ചലഞ്ചിങ് ആയിട്ട് തോന്നിയില്ല. അതിനേക്കാൾ വലിയൊരു ചലഞ്ച് തരാന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ട് ഒരു റൊമാൻറ്റിക് പാട്ട് പാടിക്കൊടുക്കണമെന്ന്. ഇവന്മാർ എനിക്ക് അടി മേടിച്ചു തരാനുള്ള വഴിയാണ്. പക്ഷെ പറയുന്ന എത്ര വലിയ ടാസ്ക് ആണെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ. സോ അതുകൊണ്ട് ഞാൻ ചെയ്യാൻ സമ്മതിച്ചിട്ട് ഞാൻ ഒരു പെണ്ണിനെ അന്വേഷിച്ചിറങ്ങി. എടാ ഞാൻ കൊടുത്ത ചലഞ്ചിലൊന്നും പെടാത്ത ഒരു കഠിനമായ ചലഞ്ചായിരിക്കും. ഇപ്പൊ ഒരു പട്ടിയുടെ കടിയും കൂടെ കിട്ടിയേ. ബീച്ചിലുള്ളവരെല്ലാവരും കപ്പിൾസാണ്. അവരുടെ അടുത്ത് പാട്ട് പാടാൻ ചെന്ന് കഴിഞ്ഞാൽ ഇടി മേടിക്കും. പിന്നുള്ളത് ഫാമിലിയാണ്, അവരുടെ ഏതും ഇടി മേടിക്കും. പിന്നെ ചോദിക്കുന്നവർക്കൊന്നും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. അറ്റ് ലാസ്റ്റ് നമ്മൾ 2 പേരെ കണ്ടെത്തി. അവർക്ക് പോയിട്ട് എന്നാ ധൃതി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ പാട്ടൊന്ന് കേട്ടിട്ട് പോകാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പാട്ട് പാടിക്കൊടുത്തു. പാടുന്നു പ്രിയ രാഗങ്ങൾ ചിരിമായാതെ നഗരം ലൈലകമേ നീ പോകുമോ. അത്ര മതിയോ? എങ്ങനെയുണ്ട് എൻ്റെ പാട്ട്? കൊള്ളാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചലഞ്ച് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു. അവസാനിക്കാൻ തീരുമാനമില്ലായിരുന്നു, കുറച്ചുകൂടെ ചലഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇരുട്ടിപ്പോയി. അതുകൊണ്ട് നമ്മൾ ചലഞ്ച് ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പം നമ്മുടെ ചലഞ്ചസ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിനൊരു 17 ലൈക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രീം വേർഷൻ നമ്മൾ അടുത്ത വീഡിയോ ഇട്ട് ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ്. ഊരാൻ പറ്റുന്നില്ല.